നീ ഇവിടെ വന്നോ? ഞാൻ പോകുന്നിടത്തൊക്കെ നീ എന്തിനാ വരുന്നേ? അയ്യടാ, ഞാൻ എന്റെ വീട്ടിലാ നിക്കുന്നേ. ഇവിടെ വന്ന് സൽക്കാരം സ്വീകരിക്കാൻ നിനക്ക് എന്താ കാര്യം ഞാൻ ചോദിച്ചേ. മാളു, എങ്ങനെ നിന്റെ വീട്ടിലെ സൽക്കാരം സ്വീകരിക്കാനേ എന്റെ പട്ടി വരും. ഓ, അപ്പൊ അതിന് വേറെ വരുവോ? ഈ 2 വട്ടം ഞാൻ ക്ഷമിച്ചു. മൂന്നാമതും എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. മോളെ, എന്തൊക്കെയത്? നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. ഓ പിന്നെ, ഞാൻ അവിടെ സ്ഥിരതാമസത്തിന് വന്നാണല്ലോ. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇറങ്ങി പോടാ ഇവിടുന്ന്. മാളു നിർത്ത്. എന്തൊക്കെ പറയുന്നത്? ഇവനെ ആരെ വിളിച്ച് അകത്തോട്ട് കയറ്റിയത്? എന്റെ ഈശ്വര, ഇവിടെ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? എടി ഇങ്ങോട്ട് വാടി ഉരുപ്പെട്ടവളെ. വീടമ്മ, ഞാൻ പറയുന്നത് കേട്ടോന്ന്. എന്ത് കാണാൻ നിൽക്കുന്നത്? അങ്കിളിന് ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. കറണ്ട് ബില്ല് കൂടുതലാവുന്ന വെച്ചിട്ടാണോ മോളെ ഷോക്ക് അടിപ്പിക്കാതിരിക്കുന്നേ? കാര്യങ്ങളൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ. കെട്ടാൻ പോന്ന ചെറുക്കനോട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? കെട്ടാനോ? ഇവനെയോ? അതിലും ഭേദം കെട്ടി തൂങ്ങി ചാവുന്നതാ. അമ്മേ, ഞാൻ കാല് പിടിച്ച് പറയാം. അമ്മ പറയുന്ന വേറെ ആരെ വേണമെങ്കിലും ഞാൻ കല്യാണം കഴിച്ചോളാം. പക്ഷെ ഇവനുണ്ടല്ലോ, പെരുങ്കള്ളനാ. എന്റെ അമ്മേ, ഇവനെ നിങ്ങക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. അമ്മേ, ഇവനെ പോലെ ഒരു മരത്തലേനെ ഏതെങ്കിലും ഒരു പെണ്ണ് കല്യാണം കഴിക്കോ? മോനെ, മരത്തലേന്ന് എന്റെ മറ്റവൻ അല്ലേലും നിന്നെ ആര് കിട്ടുന്നു? നിന്നെ പോലൊരു ഊളെ കെട്ടുന്നതിന് നല്ലത് അന്തസ്സായിട്ട് റെയിൽവേ ട്രാക്കിൽ പോയി തല വെക്കുന്നതാ. ഞാൻ മര്യാദക്ക് നിന്നോണം. എന്താ